എറണാകുളം അങ്കമാലി അതിരൂപതയിലെ കുർബാന തർക്കം സമവായത്തിലേക്ക് വത്തിക്കാൻ പ്രതിനിധിയുമായുള്ള ചർച്ചയിലാണ് ധാരണ. അടച്ചിട്ട സെന്റ് മേരീസ് ബസിലിക്ക ഡിസംബർ 24-ന് തുറക്കും. തിരുപ്പിറവി ചടങ്ങിൽ മാത്രം സിനഡ് കുർബാന അർപ്പിക്കും. 2 വർഷം നീണ്ട തർക്കത്തിനാണ് സമവായമാകുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ബീന റാണി ചേരുന്നു. ബീന, ഏകീകൃത കുർബാന സംബന്ധിച്ച് ഏതു രീതിയിലുള്ള സമവായത്തിനാണ് നിലവിൽ ധാരണയായിരിക്കുന്നത്? രോഹിണി, സീറോ മലബാർ സഭയുടെ കീഴിലുള്ള ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട കേസ് തുടരുന്നതിനിടെയാണ് 2 വർഷം മുമ്പ് ഇത്തരത്തിൽ ഏകീകൃത കുർബാന എറണാകുളം അങ്കമാലി അതിരൂപതയുടെ കീഴിലുള്ള എല്ലാ പള്ളികളിലും നടപ്പാക്കണമെന്ന വത്തിക്കാൻ നിർദ്ദേശം വരുന്നത്. ഈ നിർദ്ദേശം കർദിനാൾ മേജർ ആർച്ച് ബിഷപ്പ് ആലഞ്ചേരി ഉൾപ്പെടുന്ന സിനഡ് പൂർണ്ണമായും അംഗീകരിക്കുകയും അത് നടപ്പാക്കാൻ ശ്രമിക്കുകയുമായിരുന്നു. എന്നാൽ ഇത് തടഞ്ഞുകൊണ്ട് ഒരു വിഭാഗം വൈദികരും അൽമായ മുന്നേറ്റം, അതായത് വിശ്വാസികളുടെ ഒരു കൂട്ടായ്മയും രംഗത്തെത്തുകയായിരുന്നു. തുടർന്ന് നമ്മൾ കണ്ടതാണ് നീണ്ടുനിന്ന യുദ്ധ പ്രഖ്യാപനവും സമരവും വാദങ്ങളും വിവാദങ്ങളും എല്ലാമായി ഏതാണ്ട് 2 വർഷം നീണ്ടു. ഒടുവിലാണ് ഇതിന് ഒരു പരിഹാരം എന്ന നിലയിൽ വത്തിക്കാൻ പ്രതിനിധി സിറിൽ വാസിൽ കൊച്ചിയിലേക്ക് എത്തുന്നത്. അദ്ദേഹവുമായി നടത്തിയ ചില ചർച്ചകൾക്ക് ഒടുവിലാണ് ഇപ്പോൾ ഏതാണ്ട് ഒരു സമവായത്തിലേക്ക് ഈ പ്രശ്നം എത്തിയിരിക്കുന്നത്. ഇതനുസരിച്ച് കഴിഞ്ഞ സിനഡിൽ തീരുമാനിച്ചതുപോലെ ഡിസംബർ 25-ന് ക്രിസ്മസിന് എറണാകുളം ബസലിക്ക തുറന്ന് ഏകീകൃത കുർബാന അർപ്പിക്കാമെന്ന് ഈ അൽമായ മുന്നേറ്റവും വൈദികരും സമ്മതിച്ചിട്ടുണ്ട്. അതനുസരിച്ച് ഡിസംബർ 24-ന് പള്ളി തുറന്ന് ആരാധന ആരംഭിക്കും. ഏതാണ്ട് 2 വർഷം മുമ്പാണ് ഇത്തരത്തിൽ ക്രിസ്മസ് ദിനത്തിൽ വലിയ വിവാദവും മറ്റുമായി, അതോടൊപ്പം തന്നെ വലിയ വാക്കുതർക്കങ്ങളും മറ്റുമായി പള്ളി അടച്ചിട്ടത്. ആ പള്ളിയാണ് ഇപ്പോൾ ഡിസംബർ 24-ാം തീയതി തുറന്ന് ആരാധന ആരംഭിക്കാൻ പോകുന്നത്. ഡിസംബർ 25-ന് താൽക്കാലികമായി നിയമിച്ചിട്ടുള്ള അതിരൂപത അഡ്മിനിസ്ട്രേറ്റർ ബോസ്കോ പുത്തൂരിന്റെ നേതൃത്വത്തിൽ, ഇല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കാർമ്മികത്വത്തിൽ ഏകീകൃത കുർബാന അർപ്പിക്കാൻ തയ്യാറെടുക്കുന്നത്. തുടർന്ന് മറ്റു പള്ളികളിലും ഏതാണ്ട് വർഷത്തിൽ ഒരിക്കൽ ഏകീകൃത കുർബാന അർപ്പിക്കാം എന്ന് ഇവർ സമ്മതിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ മലയാറ്റൂർ പള്ളിയിൽ ഏകീകൃത കുർബാന ആവശ്യമുള്ളവർ, അതായത് മറ്റു രൂപതകളിൽ നിന്ന് വന്ന് ഏകീകൃത കുർബാന നടത്താൻ ആഗ്രഹിക്കുന്നവർക്ക് അത് ചെയ്യാം. അത് മുൻകൂട്ടി ബുക്ക് ചെയ്യണം എന്ന് മാത്രമാണ് ഇവർ പറഞ്ഞിട്ടുള്ളത്. ഒപ്പം തന്നെ മൈനർ സെമിനാരികളിലും ഏകീകൃത കുർബാന വർഷത്തിൽ ഒരിക്കൽ അർപ്പിക്കാം എന്നും ഇവർ വ്യക്തമാക്കുന്നുണ്ട്. അതേസമയം ഇപ്പോഴും ആശങ്ക ഒഴിയുന്നില്ല എന്നുള്ളതാണ് ഇതിനകത്തെ പ്രധാനപ്പെട്ട ഒരു വസ്തുത. കാരണം വത്തിക്കാൻ പ്രതിനിധി സിറിൽ വാസിൽ കൊച്ചിയിലെത്തി ഇവരെ കൃത്യമായി അറിയിച്ചത്, അല്ലെങ്കിൽ കൃത്യമായി നൽകിയ സന്ദേശം, അതിരൂപതയ്ക്ക് 2 വഴികളാണുള്ളത്. ഒന്നുകിൽ സിനഡ് അംഗീകരിക്കുന്ന ഏകീകൃത കുർബാന പൂർണ്ണമായും നടപ്പാക്കുക, അല്ലെങ്കിൽ പുറത്തേക്ക് എന്നുള്ള ഒരു സന്ദേശമാണ് അദ്ദേഹം ഇവിടെ നൽകിയത്. അതനുസരിച്ച് മാർപ്പാപ്പയാണ് അന്തിമമായി കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. മാർപ്പാപ്പയുടെ തീരുമാനത്തെ വെല്ലുവിളിക്കാനാണ് തീരുമാനമെങ്കിൽ ഇടവകകൾ അടച്ചുപൂട്ടുന്ന ഒരു സാഹചര്യത്തിലേക്കും മറ്റും എത്തും എന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഈ സമവായം വിമത വിഭാഗവും ഒപ്പം തന്നെ വൈദികരും ഉൾപ്പെടുന്നവ ഒരു വിഭാഗം പുറത്തോട്ട് വെച്ചിട്ടുള്ള നിബന്ധനയും നിർദ്ദേശങ്ങളുമാണ്. ഇത് നാളെ കൊച്ചിയിൽ നിന്ന് പോകുന്ന വത്തിക്കാൻ പ്രതിനിധി വത്തിക്കാനിലെത്തി മാർപ്പാപ്പയെ ഈ വിവരം അറിയിച്ച് ഇത് പൂർണ്ണമായും ഇത് സാധ്യമാകുമോ എന്ന കാര്യവും കൂടി അറിയേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ഒരു പൂർണ്ണമായ, ഇല്ലെങ്കിൽ അന്തിമമായ ഒരു തീരുമാനമാണെന്ന് സ്ഥിരീകരിക്കാൻ വയ്യ. എന്തായാലും വിമത വിഭാഗം മുന്നോട്ട് വെച്ച ഈ സിനഡിൽ മുന്നോട്ട് വെച്ച കുർബാന, അതായത് ഏകീകൃത കുർബാന ഒരു ദിവസമെങ്കിലും അർപ്പിക്കാം എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് വിമത വിഭാഗം എത്തുകയായിരുന്നു. നേരത്തെ ജനാഭിമുഖ കുർബാന അല്ലാതെ അൾത്താരയ്ക്ക് അഭിമുഖമായി നിന്നുള്ള കുർബാന അംഗീകരിക്കില്ല എന്ന നിലപാടിൽ തന്നെയായിരുന്നു അവർ. അതിന് ഒരു അയവ് വന്നത് വത്തിക്കാൻ പ്രതിനിധി കൊച്ചിയിലെത്തി ഇവരുമായി ചർച്ച നടത്തിയതിനു ശേഷമാണ്. എന്തായാലും ഇത് സംബന്ധിച്ച് കൂടുതൽ വ്യക്തത, അല്ലെങ്കിൽ ഇത് സംബന്ധിച്ച് കൂടുതൽ സ്ഥിരീകരണം വരേണ്ടതുണ്ട്. വത്തിക്കാൻ പ്രതിനിധി തിരിച്ച് വത്തിക്കാനിലെത്തി മാർപ്പാപ്പയെ കണ്ട് ഇവരുടെ നിർദ്ദേശം, അല്ലെങ്കിൽ ഇവരുടെ സന്ദേശം അറിയിച്ചതിന് ശേഷം മാത്രമേ ഇതുമായി ബന്ധപ്പെട്ട പൂർണ്ണ
പൂർണ്ണമായ ഒരു തീരുമാനമുണ്ടാകൂ. എന്തായാലും ഈ ഡിസംബർ 24-ന് 2 വർഷമായി അടച്ചിട്ടിരിക്കുന്ന എറണാകുളം സെന്റ് മേരീസ് ബസലിക്ക തുറന്ന ഏകീകൃത കുർബാന നടത്തും എന്ന കാര്യത്തിൽ വ്യക്തതയുണ്ട്. അതുപോലെ തന്നെ മറ്റു പള്ളികളിലും വർഷത്തിലൊരിക്കൽ ഏകീകൃത കുർബാന നടത്താമെന്ന് ഇവർ സമ്മതിച്ചിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങളിലെല്ലാം വ്യക്തത കൂടുതൽ വരണമെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട അന്തിമ തീരുമാനം വരണം. ഇതുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ തർക്കങ്ങൾ തുടരുന്നതിനിടെ കർദിനാൾ മേജർ ജോർജ് ആലഞ്ചേരി സ്ഥാനമൊഴിഞ്ഞിരുന്നു. അതോടൊപ്പം തന്നെ അന്ന് അപ്പോൾ ഉണ്ടായിരുന്ന അപ്പോസ്തലിക് അഡ്മിനിസ്ട്രേറ്റർ ആൻഡ്രൂസ് താഴത്തും സ്ഥാനമൊഴിഞ്ഞിരുന്നു. തുടർന്നാണ് ബോസ്കോ പുത്തൂർ ഇത്തരത്തിൽ എറണാകുളം അങ്കമാലി അതിരൂപത അപ്പോസ്തലിക് അഡ്മിനിസ്ട്രേറ്ററായി ചാർജ് എടുക്കുന്നത്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലായിരിക്കും ഇപ്പോൾ നിലവിൽ നടക്കാൻ പോകുന്ന ഏകീകൃത കുർബാന. ശരി ബീന, എറണാകുളം അങ്കമാലി അതിരൂപതയിലെ കുർബാന തർക്കം സമവായത്തിലേക്ക് ബീന റാണിയാണ് വിവരങ്ങൾ നൽകിയത്.